കുടുംബക്ഷേത്രവും കുലദേവതകളും ഒക്കെ നമ്മുടെ മാനവിക മൂല്യങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? അവയൊക്കെ നമുക്ക് നിലനിർത്തി പോകേണ്ടതല്ലേ? ഇന്ന് നമുക്ക് അന്യമാകുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് കാവുകളും കുളങ്ങളും പ്രകൃതിയുടെ സത്തയും ഒക്കെ. ഇവയൊക്കെ പരിപാലിച്ചു പോകുവാനായി നമ്മുടെയൊക്കെ പൂർവികർ തുടങ്ങി വെച്ച സമൂഹ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും കുടുംബ കൂട്ടായ്മകളും ഇന്നും നിലനിർത്തി പോരുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രസക്തമായ ചില പൂജാ കർമാദികൾ ഇവിടെ പ്രതിപാദിക്കുന്നു. ഈ വീഡിയോയിൽ മുഴുവൻ കാണുക. മുന്നോട്ട് ഇവിടെ സർപ്പ ആരാധനയ്ക്കായി പ്രത്യേകം കഴിപ്പിച്ച ക്ഷേത്രവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന പൂജാകർമ്മങ്ങളാണ് ഇന്നത്തെ പ്രധാന പൂജകൾ. എല്ലാവരും വീഡിയോ മുന്നോട്ട് കാണുക. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹായ്, നമസ്തേ സുഹൃത്തുക്കളെ, മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇവിടെ കോട്ടയം ജില്ലയിൽ പത്തനാട് താലൂക്കിൽ കങ്ങഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഒരു കുടുംബക്ഷേത്രത്തിലെ പൂജയിൽ പങ്കുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പൂജകൾ നടക്കുകയാണ്. ഇവിടുത്തെ ഒരു അമ്മയാണ്, കുടുംബനാഥയാണ്, കുടുംബത്തെ മൂത്ത ആളാണ് പ്രായത്തിൽ. ശ്രീമതി ഓമനയമ്മ ഇവിടുത്തെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അല്ലേ? അല്ലേ? വീട്ടിൽ ഈ പൂജയൊക്കെ കാര്യസ്ഥയായിട്ട് നിന്ന് ചെയ്യുന്ന ആളല്ലേ? ഞാൻ മറ്റു വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞായിരുന്നു. വീട്ടിൽ കുടുംബനാഥനില്ലാതെ കുടുംബനാഥയായ ഈ അമ്മ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിയായ ഭക്തിയും സന്തോഷവും തോന്നി. ഇപ്പോൾ കണ്ടത് ഇവിടുത്തെ കുടുംബമാണ്, പുതുക്കി പണിത വലിയതായിട്ട് പണിത കുടുംബമാണ്. ശ്രീമതി ഓമനയമ്മയുടെ മകൾ ലതാ പിള്ളൈ ഇവിടെ അടുത്ത് അവരുടെ കൂടെ തന്നെ താമസമുണ്ട്. ഇവിടെ കേരള ബാങ്കിലെ മാനേജരായി ജോലി നോക്കുന്നു. അവരും ഇതിൽ ഭാഗഭാക്കായി വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട്. ഇവിടെ ഈ ഭജന സംഘം, ഇവിടെ അടുത്തുള്ള ഭജന സംഘം തന്നെയാണ്. അവർ വളരെ നല്ല ഭക്തിഗീതങ്ങൾ ഇവിടെ ആലപിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ച് നമുക്കത് കേൾക്കാം. തമ്പുരാനേ തടയല്ലേ ഏകദന്ത കാക്കണമേ നിയതം വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ നിക്കാൽ കരുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനേ തടയല്ലേ കാക്കണമേ നിയതം വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാക്കരുടയ്ക്കുവാൻ വന്നു. സർവ്വദേവീ ദേവതകളെയും ആരാധിക്കുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെയാണല്ലോ എല്ലാവരും ഭജിക്കുന്നത്, സകല തടസ്സങ്ങളും നീക്കാനായി. അതുപോലെ തന്നെ വിഘ്നേശ്വര സ്തോത്രം വളരെ അതിഗംഭീരമായി, വളരെ ശ്രവണം സുന്ദരമായി അവർ പാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ധാരാളം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ, കുടുംബക്കാരായി ഉള്ളവർ, അവരെല്ലാം ഇവിടെ ഇരുന്ന് കുറച്ചു നേരം അത് കേട്ട് വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഉള്ള ആ ഗീതം കേട്ടുകൊണ്ട് സായുജ്യമടഞ്ഞ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവി നട തുറക്കുമ്പോൾ അവിടെ ദേവി പൂജയ്ക്കായി പോകാനായി കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പൂജ നടക്കുന്ന ദേവീ നടയിലേക്ക് ഒന്ന് പോയി വരാം. അവിടേക്ക് ഭക്തജനങ്ങൾ ധാരാളം പേര് അണിനിരന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ അതിൽ കൂടുതൽ അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം ഭക്തിസാന്ദ്രമായ സർപ്പ പൂജകൾ അത് വൈകിയാണ് നടക്കുന്നത്. ഇപ്പം ദേവീ നടയിൽ
അവിടേക്ക് പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. അമ്മയോട് ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. ഞാൻ വീഡിയോ ചാനലിലും കുറച്ചിങ്ങോട്ടൊന്ന് നീങ്ങിക്കാം. ഇപ്പം അമ്മയാ ഈ കാര്യസ്ഥയായിട്ട് എല്ലാം ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇനി ഇപ്പൊ ഇവിടെ പുതിയ പ്രതിഷ്ഠയൊക്കെ നടത്തിയല്ലോ. അപ്പൊ ഇനി ഇതിന്റെ ആണ്ട് പൂജയാണോ ഉദ്ദേശിക്കുന്നത് അതോ മാസപൂജ തന്നെയാണോ? ആണ്ടുപൂജയായിട്ട് നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഇതിനു ശേഷം അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറി പോകുമെന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ? അതെ അതെ, എല്ലാവരും വിശ്വാസത്തിലാണ് പോകുന്നത്. ഇപ്പൊ ഈ കേരള ബാങ്കിന്റെ എത്ര നാളായി, എത്ര വർഷമായി ഇതിൽ കയറിയിട്ട്? കേരള ബാങ്കിന്റെ ജനറൽ മാനേജറായിട്ട് ഇപ്പം 4th ഇയർ ആയി. അതിന് മുമ്പ് DGM ആലപ്പുഴ ജില്ലാ ബാങ്ക് 17 വർഷം. മുഴുവൻ പേരെന്ന് പറഞ്ഞു? ലതാ പിള്ളை. എനിക്കറിയാം, അതിനു വേണ്ടി ചോദിച്ചത്. ഈ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബമാണ്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല. കുടുംബത്തിലെ മറ്റൊരു കാരണവരാണ്, നമുക്ക് സംസാരിക്കാം. ഇത് പുള്ളിക്കാരിയാ ഇവിടുത്തെ തലമുറയിലെ മൂത്ത ചേച്ചിയാ. തങ്ങോട് ചേച്ചി മരിച്ചു മാവേലിക്കരയാണ്. പിന്നെ അമ്മ ചേച്ചിയും ഓമന ചേച്ചിയും നിലവിലുള്ള. പുള്ളിയുടെ പേര് ഓമന. അവരെ തന്നെ പിന്നെ വേറെ കാർത്തിയാനമ്മ എനിക്ക് വംശമുണ്ട്. പേര് വീട്ടിൽ വിളിക്കും നമ്മള്. ചേച്ചി വട്ടവട്ടെ വിളിക്കുന്നുണ്ട്. ഇതാ ദേവി നട. ഏതാനും നിമിഷങ്ങൾക്കകം ദേവി നട തുറക്കും. അപ്പോൾ അവിടെ പൂജ നടക്കുന്ന ആ രംഗമാണ് ഈ കാണുന്നത്. കച്ചേരിയും അമ്പലമുറ്റങ്ങളെ ഭക്തിസാന്ദ്രമാക്കുന്നു. ഇപ്പോഴത്തെ ദേവീക്ഷേത്രം ദേവീനടയ്ക്ക് മുമ്പേ ഉള്ള മൂലക്ഷേത്രമാണിത്. ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ പൂജകൾ നടക്കുന്നില്ല. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പൂജകൾ നടത്തിയ ദേവീനട. ഈ കെട്ടിടം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. മുമ്പ് കണ്ടതാണ്. ഒന്നുകൂടി ഞാൻ അതിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. വളരെ
ഭംഗിയായി അവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ആരും താമസമില്ല. അറയും പുരയും ഒക്കെയുള്ള കെട്ടിടം. നിരയായി നിൽക്കുന്ന ഭക്തജനങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ അങ്ങ് ദേവിയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന, അതുപോലെ വഴിപാടുകൾ നടത്തി വഴിപാടുകൾ വാങ്ങിക്കൊണ്ടു പോകാനുള്ള തിരക്ക്. ദേവി നടയിൽ വഴിപാടുകൾ കഴിപ്പിച്ചവർ അത് വാങ്ങിക്കാനുള്ള ക്യൂവിലാണ്. ഇപ്പോൾ അതൊക്കെ വാങ്ങി തൊട്ടപ്പുറത്തുള്ള സർപ്പപൂജയ്ക്കായി എല്ലാവരും കാത്തിരിക്കും. ഇവിടെയൊക്കെ ഭക്തജനങ്ങളായ കുടുംബക്കാരായ ആൾക്കാർ എത്ര ക്ഷമയോടുകൂടി ഇത് കാത്തിരിപ്പോടുകൂടി ഈ കർമ്മം നിറവേറ്റാനായി ഇവിടെ നിൽക്കുന്നു. ഇതുതന്നെ നമുക്ക് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നോട്ടുള്ള തലമുറയെ പഠിപ്പിക്കേണ്ടതാണ് ഇതൊക്കെ. വാങ്ങിച്ചു, നിങ്ങൾ കൊടുത്ത വഴിപാട് വാങ്ങിച്ചല്ലോ, ഞാനും വാങ്ങിച്ചോണ്ട് വരാം. ഞാനിവിടെ വാങ്ങിച്ചോണ്ട് വരാം. ഇതൊന്ന് പിടിച്ചു. സർപ്പം പൂജയ്ക്കായുള്ള കാത്തുനിൽപ്പ്. കുറേ നേരം കാത്തിരിക്കേണ്ടി വരും. ഒരു 2 മണിക്കൂറെങ്കിലും അവിടെ പൂജാകർമ്മങ്ങൾ നിറവേറ്റതായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ദൂരക്കാഴ്ച വെളിയിൽ നിന്ന് കാണിച്ചു തരികയാണ്. ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കെട്ടിടം ഒരു പഴയ കെട്ടിടം തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നും ഒരു പ്രക്രിയയും നടക്കുന്നില്ല. വെറുതെ ഇട്ടിരിക്കുകയാണ് ആ കെട്ടിടം. പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം പശുക്കളെ വളർത്തിയിരുന്നു. കന്നുകാലികളെ ഇവിടെ മേയ്ക്കുവാനുള്ള സ്ഥലവുമുണ്ട്. താഴെ ഏക്കർ കണക്കിന് സ്ഥലം താഴോട്ടുണ്ട്. ആ സമയങ്ങളിൽ കാർന്നൂന്മാർ ചെയ്തു തുടങ്ങി വെച്ച പരിപാടിയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ നിന്ന് പോയിരിക്കുന്നു. അതൊക്കെ തുടർച്ചയായി കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇവിടെ സർപ്പപൂജ നടക്കുന്ന സ്ഥലത്തിൻ്റെ വെളിയിൽ നിന്നുള്ള പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സർപ്പപൂജ കുറേ നേരത്തേക്ക് സമയമെടുക്കും. അപ്പോഴേക്കും ആൾക്കാർ പോയി, ഭക്തജനങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. പൂജയ്ക്ക് അതിൻ്റെ പ്രധാന കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇനിയും സമയമുണ്ട്. ഇഡലിയും ഉഴുന്നുവടയും സാമ്പാറും ചട്നിയും ഒരു ലഘുഭക്ഷണം ഒരു പ്രസാദമായി തന്നെ എല്ലാവരും അവിടെ വന്ന് കഴിക്കുന്നു. തിരിച്ച് സർപ്പപൂജയുടെ അവസാന ഭാഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും. ഞാനും എൻ്റെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് സന്തോഷത്തിലാണെന്ന് നോക്കി അവർ പൂജാകർമ്മങ്ങളിലൊക്കെ വളരെ ക്ഷമയോടുകൂടി പങ്കെടുത്ത് പ്രസാദവും കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരികെ പോകാൻ തുടങ്ങുകയാണ്. ഇതോടുകൂടി ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ദേവിയുടെ. വീണ്ടും കാണാം. ഗുഡ് ബൈ.